പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി നമുക്ക് ഒരുങ്ങാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും സൗഖ്യവും അനുഗ്രഹവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വഴികാട്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാവരും കൂടെ പത്രോസിൻ്റെ നേതൃത്വത്തിൽ തിബേരിയസ് കടൽ തീരത്ത് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ശിഷ്യപ്രമുഖൻ പത്രോസിൻ്റെ ആ സ്വരം ഉയർന്നത്. ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പത്രോസ് തൻ്റെ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. പത്രോസിനെ വാസ്തവത്തിൽ കർത്താവ് മത്സ്യബന്ധനത്തിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയതാണ്. പക്ഷേ കർത്താവിൻ്റെ ആ സാന്നിധ്യമില്ലാത്ത ആ ഒരു രാത്രി കൊണ്ട്, അല്ലെ ആ ഒരു നിമിഷം കൊണ്ട് പത്രോസ് തീരുമാനം മാറ്റുകയാണ്. തൻ്റെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. കടലോരത്ത് പൊങ്ങിയ ആ ഒരു ശബ്ദം. വാസ്തവത്തിൽ ഈ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉപേക്ഷ പൂർണ്ണമാകാത്ത ഒരു ശബ്ദമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. കർത്താവ് വിളിച്ച് നിയോഗിച്ച ഏൽപ്പിച്ചു കൊടുത്ത ആ ദൗത്യം പത്രോസ്ലീഹ മറക്കുകയാണ്. അങ്ങനെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ആശ്രയബോധമില്ലാതെ അവൻ മീൻ പിടിക്കാൻ പോകുന്നു. നമുക്കറിയാം ആ മീൻപിടുത്തത്തെക്കുറിച്ച്. അത് ആ അധ്വാനം ഫലരഹിതമായിരുന്നു. അവിടെ കർത്താവ് പ്രവർത്തിച്ചില്ല അവർക്ക് വേണ്ടി. അധ്വാനം വൃഥാവിലായി. അധ്വാനിച്ച് തളർന്ന് ക്ഷീണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പത്രോസ് ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പത്രോസിൽ നിന്ന് അകലങ്ങളിലായിരുന്നു. ശിമയോൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇളകുന്നവൻ എന്നാണ്. അവനവൻ്റെ വാഗ്ദാനങ്ങളിൽ ഇടറി. കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ ഇടർച്ച സംഭവിച്ചു. നമ്മൾ മത്തായി സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോയാലും ഞാൻ തള്ളിപ്പറയല, ഞാൻ ഉപേക്ഷിച്ച് പോകുകയില്ല എന്ന് പറഞ്ഞവനാണ് ഈ തിബേരിയസ് കടൽ തീരത്ത് ഇങ്ങനെ ഇളകുന്നത്. കൂട്ടത്തിലുള്ളവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തിലോട്ടും കൂടെ പത്രോസ്ലീഹ ഈ വാക്കുകൾ ഇട്ടുകൊടുക്കുകയാണ്. ഉപേക്ഷ പൂർണ്ണമാകുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറവുകൾ സ്വാഭാവികമാണ്. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും. ജീവിതത്തിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് വീണ്ടും നമ്മൾ പിന്തിരിഞ്ഞു നോക്കുന്നത് ഒറ്റ കാരണമുള്ളൂ. കർത്താവുമായിട്ടുള്ള വാഗ്ദാനം പാലിക്കാനുള്ള എന്നിലെ കുറവ് എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നിറസാന്നിധ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു യുവ സഹോദരന് ഒരുപാട് സ്ഥലങ്ങളിൽ വചനസാക്ഷിയാകാൻ വേണ്ടി പോയിട്ടുണ്ട്. ശുശ്രൂഷകൾക്ക് വേണ്ടി പോയിട്ടുണ്ട്. 1 വർഷം ഫുള്ളായിട്ട് കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ തീപ്പന്തമായിട്ട് ഓടി നടന്ന ആളാണ്. തൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന അപാകതകളെല്ലാം നീക്കി കർത്താവിന് വേണ്ടി മൊത്തമായി മാറ്റിവെച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ആ സഹോദരൻ പങ്കുവച്ചത് ഇപ്രകാരമാണ്. കൂട്ടുകൂടി ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. അവിടെ കൂട്ടുകാരുടെ ഒപ്പം ഒന്ന് കൂടി അല്പം ഒന്ന് മദ്യത്തിൻ്റെ ടേസ്റ്റ് നോക്കി, പുകവലിയുടെ ടേസ്റ്റ് നോക്കി. അങ്ങനെ ആ ദിവസങ്ങൾ പിന്നിട്ട് ഇദ്ദേഹം തിരിച്ചു വന്നു. അതേ തുടർന്ന് ആ ഒരാഴ്ച മുഴുവനും പിന്നെ താൻ ഏത് ശുശ്രൂഷയിലായിരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ചിരുന്നത് എന്നതുപോലും മറന്നുപോയി പഴയ ജീവിതം അതേപടി തിരഞ്ഞെടുത്ത ഒരു യുവ സഹോദരൻ. സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് ഞാൻ ഉപേക്ഷിച്ചതിലേക്ക് ഇനി പോകാനായിട്ട് താല്പര്യമില്ല. ഇനി എനിക്ക് കർത്താവിനെ പിൻചെല്ലണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നത്. നമ്മളുടെ ഉപേക്ഷകൾ പൂർണ്ണമാകുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചതിലേക്ക് വീണ്ടും നമ്മൾ തിരിഞ്ഞു നോക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നിവിടെ ഈ ജീവിതങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇസ്രായേൽ ജനം
കാനാൻ ദേശത്തിലേക്ക് പോവുകയാണ് മോശയുടെ നേതൃത്വത്തിൽ. ആ ഒരു യാത്രയിൽ ഈ ജനം പിറുവിറുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ ഈജിപ്തിലെ ഇറച്ചിച്ചട്ടിയെക്കുറിച്ച് ഓർക്കുകയും അവിടെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറച്ചി കഴിക്കാമായിരുന്നല്ലോ, അവിടെയാണ് ഞങ്ങൾക്ക് വെള്ളുള്ളി ഉണ്ടായിരുന്നു, സബോള ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ എണ്ണിപ്പറഞ്ഞ് വിലപിക്കുന്ന ഒരു ജനതയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവരവിടം വിട്ടു പോന്നതാണ്. പക്ഷേ വിട്ടുപോന്നെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് ആ ഓർമ്മകളോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് ആ ഓർമ്മകളോ മാഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഓർമ്മകളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരോ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിക്കും. അതല്ലെങ്കിൽ ഒരു ധ്യാനം കൂടി, അതല്ലെങ്കിൽ ഒരു കൺവെൻഷന് പോയി, അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നല്ലൊരു കാര്യം നമുക്ക് പറഞ്ഞു തന്നു, അതല്ലെങ്കിൽ പഴയ സാഹചര്യത്തിൽ നിന്ന് ഞാനൊരു പുതിയ ജോലിയിലേക്ക് കയറി, എന്നാൽ പിന്നെ പഴയ സാഹചര്യങ്ങളിലേക്ക് പോകില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ച് വെക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സമർപ്പണം പൂർണ്ണമാകാത്തിടത്തോളം കാലം വീണ്ടും പഴയ കാലങ്ങളിലേക്ക്, പഴയ ജീവിതശൈലികളിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞു പോകും എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഇസ്രായേൽ ജനത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ കർത്താവുമായി നമ്മൾ ചെയ്തിട്ടുള്ള ആ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. സോദോമിൽ നിന്ന് ലോത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, അവൾ സോദോമിലേക്ക് തൻ്റെ നഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഉപ്പുതൂണായിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപേക്ഷിച്ചതിലേക്ക് നമ്മൾ നോക്കാതിരിക്കുന്നതായിരിക്കും ആത്മാവിലുള്ള വളർച്ചയ്ക്ക് സഹായകരമായി തീരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കർത്താവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് താൻ ഉപേക്ഷിച്ചതിലേക്ക് പിന്നെ പിന്തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അതൊരു തിരിച്ചറിവ് നമുക്ക് തരുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് സ്വന്തമാക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായി ചെയ്യാനായിട്ട് സാധിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 14-15 തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: അഗ്നിയും ജലവും അതല്ലെങ്കിൽ ജീവനും മരണവും ഒക്കെ നിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. വാസ്തവത്തിൽ കർത്താവ് നമ്മളെ എല്ലാവരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ നമുക്കൊരു ദൗത്യം കൂടെ കർത്താവ് തന്നിട്ടുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ദൗത്യമാണ്, ഒരു കടമയാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കുന്നിടത്തോളം കാലം നന്മയുടെ വശത്ത് ജീവിക്കുന്നവരായി നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. എന്നാൽ തിന്മയും പാപവും പാപത്തിൻ്റെ സുഖങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ വഴിയായിരിക്കും നമ്മൾ കൂടുതലും യാത്ര ചെയ്യുക. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ദൈവം നമുക്ക് തന്നിട്ടുള്ള കൃപകളിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻപോട്ടുള്ള നല്ല ജീവിതത്തിലേക്ക് നോക്കുവാനും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുവാനും നമുക്ക് തീരുമാനമെടുക്കാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഒപ്പമിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പതിവിലും വിരുദ്ധമായി നേരത്തെ എഴുന്നേറ്റ് ദീർഘസമയം രണ്ടുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരാത്മസന്തോഷത്തിൽ ശിഷ്യൻ സന്തോഷത്തോടുകൂടെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗുരുവേ, നമ്മളിന്ന് ഒരുപാട് സമയം പ്രാർത്ഥിച്ചില്ലേ, അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മളിൽ ഒരുപാട് സംപ്രീതനായിരിക്കും അല്ലേ? ഗുരു ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല. വീണ്ടും ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, നമ്മളിന്ന് ഒരുപാട് സമയം പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം നമ്മളിൽ സംപ്രീതനായിരിക്കുമല്ലേ? അല്പസമയത്തെ മൗനത്തിന് ശേഷം ഈ ഗുരു തൻ്റെ ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു, നമ്മൾ നേരത്തെ ഉണർന്നതുകൊണ്ട് അല്ലെങ്കിൽ ഉണരുമ്പോൾ സൂര്യൻ നേരത്തെ ഉദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇല്ല, സൂര്യന് ഉദിക്കേണ്ട സമയത്ത് തന്നെ ഉദിക്കുകയുള്ളൂ. അപ്പോൾ ഗുരു വീണ്ടും ശിഷ്യനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ദീർഘനേരം
പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള കാര്യം ഹൃദയത്തിൽ എഴുതണം എന്ന് ശിഷ്യനോട് പറഞ്ഞു. അപ്പോൾ വീണ്ടും ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നേരത്തെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഉടനെ ഈ ഗുരു ശിഷ്യനോട് പറയുകയാണ്, നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അതല്ലെങ്കിൽ കണ്ണടച്ചാണ് ഇരിക്കുന്നതെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ നമുക്കത് കാണാൻ പറ്റിയല്ല. കണ്ണ് തുറന്നാലേ സൂര്യോദയം കാണുവാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. ശിഷ്യന് കാര്യം മനസ്സിലായി. നമ്മൾ ദൈവത്തോട് അടുത്താണെങ്കിലും അടുത്തല്ലെങ്കിലും ദൈവം നമ്മുടെ കൂടെയാണ് എന്നുള്ള ആ വലിയൊരു കാര്യം ഈ ഗുരു തൻ്റെ ശിഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഇങ്ങനെ തന്നെയാണ്. അവൻ്റെ പ്രാർത്ഥനയിലൂടെ തൻ്റെ ദൈവത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് വലിയൊരു കാര്യം. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ കൃപകളെയും ദൈവാനുഭവങ്ങളെയും തിരിച്ചറിയുന്നത് ആയിരിക്കണം. തിരിച്ചറിവാണ് നമ്മളെ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ ധ്യാനിക്കാനായി വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ തിരിച്ചറിയുന്നു, ദൈവം പദ്ധതിയിട്ടതുപോലെ മാത്രമേ, ദൈവം എന്നെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ പോവുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിന് കൂടുതൽ വിധേയപ്പെടാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന് ആ സഹോദരൻ ഏറെ സന്തോഷത്തോടെ പങ്കുവച്ചത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മനസ്സിനോട് ഇണങ്ങുന്നവരായിരിക്കാനും കർത്താവിൻ്റെ ആ പദ്ധതികളോട് ചേർന്ന് നിൽക്കുന്നവർ ആയിത്തീരാനും നമ്മൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും. വാസ്തവത്തിൽ തിബേരിയസ് കടൽ തീരത്ത് ഈ ശിഷ്യപ്രമുഖൻ പത്രോസ് മീൻ പിടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോഴുണ്ടായ ആ വാക്കിൻ്റെ ഒരു സ്വാധീനം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ അധ്വാനം, എല്ലാവരോടും കൂടിയുള്ള അധ്വാനം ഒന്നും അവർക്ക് കിട്ടിയില്ല. പക്ഷേ ഇവരധ്വാനിച്ച് തളർന്നിരിക്കുന്നത് യേശു കണ്ടു. യേശു ആ കടൽക്കരയിലേക്ക് ചെല്ലുന്നത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യേശു ചെന്ന് ആ കടൽക്കരയിൽ നിന്നത് ഇവർ തിരിച്ചറിഞ്ഞില്ല. യേശുവിനെ തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവരുടെ പ്രവൃത്തികളിന്മേൽ പശ്ചാത്തപിച്ച് ഉള്ളുരുകി കഴിഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ ശബ്ദം തിരിച്ചറിയുവാനായി അവർക്ക് സാധിച്ചത്. യേശുവിൻ്റെ ശബ്ദം, യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവരൊക്കെ അനുഗ്രഹീതരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഉത്ഥിതനായ കർത്താവ് മറിയത്തിന് മുൻപിൽ പ്രത്യക്ഷനായപ്പോൾ ആ ഒരു ശബ്ദം മറിയം തിരിച്ചറിഞ്ഞു. റബ്ബോനി എന്ന് അവൾക്ക് വിളിക്കാനായി സാധിച്ചു. കർത്താവ് നമ്മുടെ അരികെയുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, കർത്താവിൻ്റെ ശബ്ദം എപ്പോഴും നമ്മുടെ ശുദ്ധ മനസാക്ഷിയിൽ ഉണ്ട് എന്നുള്ള ആ തിരിച്ചറിവ്, ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലേക്കും അഭിഷേകത്തിലേക്കും കൃപയിലേക്കും നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. നമ്മളൊക്കെ ഏത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും കർത്താവുമായിട്ടുള്ള ഈ ഒരു ബന്ധം നമ്മളെ മനുഷ്യരുമായിട്ടുള്ള നല്ല സഹവാസത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. ഈ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങൾക്ക് പുതിയൊരു നിറക്കൂട്ട് തരുന്നത് കാണുവാനായി നമുക്ക് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാമ്രയുടെ ഓക്കുമരത്തിന് സമീപത്തുള്ള അബ്രാഹത്തിൻ്റെ കൂടാരത്തിന് സമീപെ വന്നു നിൽക്കുന്ന 3 ദൈവദൂതന്മാരെ അബ്രാഹം തിരിച്ചറിയുന്നുണ്ട്. ഈ ദൈവദൂതന്മാരെ അബ്രാഹം തിരിച്ചറിഞ്ഞതുകൊണ്ട് അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അവരെ ശുശ്രൂഷിച്ചു, അവർക്ക് നല്ല വിരുന്നൊരുക്കി. അങ്ങനെ ഈ ദൈവദൂതന്മാരുടെ സാന്നിധ്യം അബ്രാഹത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഈ ദൈവദൂതന്മാരെ അബ്രാഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടാണ് ആ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് അബ്രാഹത്തിന് സാധിച്ചത്. നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ നമ്മൾ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ
നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, ഉത്തരവാദിത്തങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കും. ഇത് അബ്രാഹത്തിന് വേണ്ടി മാത്രമുണ്ടായ ഒരു അനുഭവമല്ല. ആരൊക്കെ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ദൈവിക ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചതായിട്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും സംഖ്യയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ ശപിച്ച് തോൽപ്പിക്കാനായിട്ട് പറഞ്ഞുവിട്ട ബാലാം, അദ്ദേഹത്തിൻ്റെ കഴുത ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു കഴുത തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിവിൽ നിന്ന് ബാലാം ഈ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ബാലാമിന് അത് വലിയൊരു അനുഗ്രഹമായി മാറിയെന്ന് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് എത്തുന്നു. കഴിഞ്ഞ ദിവസം അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു കുടുംബം, അവർ പറയുകയാണ്, അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ കൺവെൻഷനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളിലേക്ക് വലിയൊരു അഭിഷേകമായി കടന്നു വന്നു. അവർ തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ലോൺ എടുത്തത് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങൾ, സ്വന്തമായി ഒരു ഭവനമില്ലാത്തതിൻ്റെ ദുഃഖം, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് അടിഞ്ഞിരുന്ന ഇവർ അവിടെ പറഞ്ഞ കർത്താവിൻ്റെ ഒരു വചനം ഇവരുടെ ഹൃദയത്തിലേക്ക് വന്ന് തളച്ചു കയറി. ചോദിച്ചപ്പോഴാണ് ആ സഹോദരന് ഇപ്രകാരം മറുപടി പറഞ്ഞത്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യും എന്ന ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനമാണ് അവരുടെ ഹൃദയങ്ങളിൽ വലിയ ഒരു അഭിഷേകമായി, തിരിച്ചറിവായി ആഞ്ഞ് കയറിയത്. തകർന്നിരിക്കുന്ന ആ കുടുംബനാഥൻ്റെ മനസ്സിലേക്ക് ഈ ദൈവത്തിൻ്റെ ശബ്ദം ഇടിച്ചു കയറി. നിൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്യും. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത. അദ്ദേഹം ആ കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന് ആലോചിച്ചു, എൻ്റെ ദൈവം എത്ര മഹത്വമുള്ളവനാണ്, എത്ര സമ്പന്നനാണ്. ആ സമ്പന്നതയിൽ നിന്ന് എനിക്കും എൻ്റെ കൊച്ചു കുടുംബത്തിനും കഴിയാനുള്ളത് തരാൻ കഴിയുമെന്നുള്ള ആ ഒരു വിശ്വാസം, ആ വലിയൊരു തിരിച്ചറിവ് അദ്ദേഹത്തെ ഉന്മേഷമുള്ളവനാക്കി മാറ്റി, പ്രതീക്ഷയുള്ളവനാക്കി മാറ്റി, പ്രത്യാശയുള്ളവനാക്കി മാറ്റി. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളാണ് യേശുവുമായിട്ടുള്ള ആ ഗാഢമായ ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. നീ തകർച്ചയുടെ വക്കിലാണോ? നിരാശയിലാണോ? രോഗത്തിൻ്റെ പിടിയിലാണോ? സാമ്പത്തിക പ്രതിസന്ധിയിലാണോ? അവിടെയെല്ലാം യേശു നിന്നെ കൈവിടാതെ നിൻ്റെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലോത്തും കുടുംബവും ദൈവദൂതന്മാരെ തിരിച്ചറിയുന്ന രംഗം. ദൈവദൂതന്മാർ സോതോമിൽ ചെന്നപ്പോൾ ലോത്ത് ഇവരെ തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞ് അവരെ ശുശ്രൂഷിച്ചു, അവരോടൊത്ത് കഴിഞ്ഞു. അവരുടെ അനുഗ്രഹം ആ കുടുംബത്തിന് സമ്മാനമായി കൊടുത്തു. ഓരോ തിരിച്ചറിവുകളും നമ്മളെ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുടുംബം പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞു: സിസ്റ്ററെ, മോന് 8-ാം ക്ലാസ് വരെ വളരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പഠിക്കാനായിട്ട് വളരെ പുറകോട്ടാണ്. അവനെ ഒരു ധ്യാനത്തിന് വിടണം, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അവന് കുറച്ച് നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ഈ മോനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്കിപ്പോൾ പഠിക്കണമെന്ന് ഒരു ആശയില്ല. എനിക്കിപ്പോൾ കളിക്കണം, സൈക്കിൾ ചവിട്ടണം, ഫോണിൽ ഗെയിം കളിക്കണം. ഇത്രയൊരു ആഗ്രഹമാണ് എൻ്റെ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അവന് 8-ാം ക്ലാസ്സിലേക്കുള്ള ആ ഒരു ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ പഠിക്കണമെന്നോ അപ്പനും അമ്മയും അവനിൽ വെച്ചിരിക്കുന്ന ആ വലിയ പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാനായിട്ടുള്ള ഒരു മനസ്സ് അവന് വരുന്നില്ല. ദീർഘസമയം ഈ കുഞ്ഞുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു: സിസ്റ്ററെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 5-ാം ക്ലാസ് വരെ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്.
അൾത്താര ബാലനുമായിരുന്നു. ഈ ഒരു 2 വർഷം കൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. എങ്കിൽ പിന്നെ പപ്പയോടും മമ്മിയോടും പറ എന്നെ വീട്ടിൽ നിന്നൊന്ന് മാറ്റി നിർത്താനായിട്ട്. അപ്പം ചോദിച്ചാൽ നിനക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണോ? പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാം. അപ്പോൾ പിന്നെ അന്തരീക്ഷത്തിൻ്റെ ആ അസ്വസ്ഥതകൾ എന്നെ അലട്ടിയല്ലോ. എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നന്നാകുമായിരിക്കാം എന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈതലിനോട് പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യും, ദൈവം നിനക്ക് തന്നേക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, ഈ കൂട്ടുകാരിൽ നിന്നുകൊണ്ട് വ്യത്യസ്തനായി നീ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സ് എങ്കിൽ അതനുസരിച്ച് മോൻ പ്രവർത്തിക്കാനായിട്ട് റെഡിയാകുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപാവരം നിന്നിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് എന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഇപ്രകാരം പറഞ്ഞ് പ്രവേശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ ഞാനൊരു ധ്യാനമൊക്കെ കൂടി, ഒരു ക്രിസ്ത്യൻ ധ്യാനമൊക്കെ കൂടി, ഇനി എൻ്റെ പപ്പയും മമ്മിയും ആഗ്രഹിക്കുന്നതിലും ഉപരിയായി അതിലുമുപരി ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം, എന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടാൽ മതി. വാസ്തവത്തിൽ ഒരു കുഞ്ഞു വാക്കേ ആ മകനോട് പറയേണ്ടതായി വന്നുള്ളൂ. അപ്പോഴേക്കും ആ ഒരു തിരിച്ചറിവിൻ്റെ അഭിഷേകം അവൻ്റെ കൊച്ചു ഹൃദയത്തിൽ ദൈവം പാകുവാനായിട്ട് ഇടയായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പ്രിയ സഹോദര സഹോദരി, ഈ ഒരു അഭിഷേകമാണ്, ഈ ഒരു തിരിച്ചറിവ്. എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത്? എന്താണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് എന്നിലൂടെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയതുപോലെ ജീവിക്കാനായിട്ട്, പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അമേരിക്കയിലെ വലിയൊരു വചനപ്രഘോഷകനാണ് D.L. മൂഡി എന്ന് പറയുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ്റെ പ്രസംഗത്തിൽ അനേകായിരങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അനേകർ അവരുടെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് നല്ല ജീവിതം നയിക്കാനായിട്ട് ആരംഭിച്ചു. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കുന്നു. ഒരു ദിവസം ഈ സഹോദരനോട് മറ്റൊരു വ്യക്തി വന്ന് ചോദിച്ചു, തനിക്ക് ഈ ചെറിയ നാളുകൾ കൊണ്ട് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം പിടിച്ചു പറ്റാനായിട്ട് സാധിച്ചല്ലോ, എങ്കിൽ പിന്നെ ഒരു ജനപ്രതിനിധിയായി നിന്ന് മത്സരിക്കാനായിട്ട് പൊയ്ക്കൂടെ? മത്സരങ്ങളൊക്കെ വരികയാണല്ലോ, എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നിന്ന് മത്സരിച്ചുകൂടെ? ഒരു സെക്കൻഡ് നേരത്തെ മൗനത്തിന് ശേഷം ഈ മൂഡി എന്ന് പറയുന്ന ഈ സുവിശേഷ പ്രസംഗകൻ ആ സഹോദരനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയാണ്. ദൈവത്തിൻ്റെ വചനം ലോകാതിരുകളോളം എത്തിക്കുക എന്നുള്ളതാണ് ദൈവം ഇപ്പോൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക എന്നുള്ള കാര്യം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവുകൾ പൂർണ്ണമാകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ചെയ്യും. അതിനുവേണ്ടി എന്ത് ത്യാഗവും നമ്മൾ ചെയ്യും. അതിനുവേണ്ടി എന്തു വിലയും കൊടുക്കുവാൻ നമ്മൾ മനസ്സാവുകയും ചെയ്യും. ദൈവം അതിനെ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് അതിനുവേണ്ടി നമ്മളെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എനിക്ക് എൻ്റെ ഉൾക്കണ്ണ് തുറന്നു തരണമേ, തിരിച്ചറിവ് എനിക്ക് തരണമേ, അങ്ങേ കണ്ടെത്താൻ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ അഭിഷേകം, വരവും കൃപയും എനിക്ക് തരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കേട്ട വചനം അഭിഷേകമായി നമ്മളിലേക്ക് നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൗത്യം നമുക്ക് മറക്കാതിരിക്കാം. ഉപേക്ഷിച്ചതിലേക്ക് നമുക്ക് പോകാതിരിക്കാം. വചനമായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.